ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ മുടി വെട്ടാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള കാരണം ഇപ്പം നല്ല ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ കുറേ കാലങ്ങളായിട്ട് ഒന്നും നമുക്ക് മുടിയിലൊരു സ്റ്റൈൽ ചെയ്യാനായിട്ടില്ല. എന്നും ഒന്നുകിലും ഒരു പോണി കെട്ടും, അതല്ലെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അഴിച്ചിടും. ഈ രണ്ട് സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. അപ്പം പലർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും, എന്തിനാ അതിനെ മുടി വെട്ടിക്കളയുന്നതെന്നൊക്കെ പറഞ്ഞാൽ എന്നെ അറിയുന്ന കാലം മുതൽ എനിക്ക് ലോങ് ഹെയർ ആണ്. അപ്പോൾ അത്രയും കാലം നമ്മൾ ലോങ് ഹെയർ വെച്ചുകൊണ്ട് പോയി. ഇടയ്ക്ക് ഞാൻ കട്ട് ചെയ്തിരുന്നു, ഷോർട്ടാക്കി, കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. പിന്നെ അത് ലെങ്ത് വെച്ചതാണ്. അപ്പം എനിക്കായിട്ട് തന്നെ തോന്നി ഒന്ന് മുടി വെട്ടണം, ഒരു സ്റ്റൈൽ നമുക്ക് മാറ്റണമെന്ന് തോന്നില്ലേ? എന്ത് ഡ്രസ്സ് ഇട്ടാലും വെസ്റ്റേൺ ആണെങ്കിലും എത്നിക് ആണെങ്കിലും ഒരേ ഒരു ഹെയർ സ്റ്റൈൽ. അപ്പം അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുടി ഒന്ന് ഒരു ലെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ബട്ടർഫ്ലൈ കട്ട്, അങ്ങനെയാണ് ആ കട്ടിന് പറയുന്നത്. അപ്പം ഞാൻ എവിടെയാണ് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ. വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനിയിപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പോയി ഹെയർ കട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പാർക്ക് റെജിസ് ഹോട്ടൽ അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സലൂൺ വരുന്നത്. ഹെയർ ടോക്ക് സലൂണാണ്. അപ്പോൾ നമുക്ക് ചേൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഇനിയും തിരിച്ചു വരുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ പോഹമായ മൊത്തത്തിൽ. അപ്പോൾ ചേനി ഞാൻ തിരിച്ചു വരുമ്പോൾ വേറെ ഒരു ലുക്കിലായിരിക്കും. മുടിയൊക്കെ വെട്ടി അതെ കളയാൻ പോവാ. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? നിനക്ക് എങ്ങനെ ഇഷ്ടം ഇടാൻ അങ്ങനെ ചെയ്തു. മുടിയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇല്ല അങ്ങനെ കാർക്കുന്തിൽ വേണമെന്നില്ല. ഞാൻ നിന്നെ പെണ്ണ് കണ്ട സമയത്ത് നല്ല മുടിയും ചന്തി വരെ നീളമുള്ള മുടിയൊക്കെ ആയിരുന്നു. പിന്നെ അത് ഇവിടെ വന്നു നീ പറഞ്ഞു എനിക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ഷാർജയിൽ പോയി ഷാർജയിലായിരുന്നു കട്ട് ചെയ്തു. പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ തോന്നി വേണ്ട. അത് സ്ട്രെയിറ്റ് ചെയ്ത മുടിയായിരുന്നു, ഒരുമാതിരി ഇങ്ങനെ ഒരു സുഖമില്ലായിരുന്നു കാണാൻ. അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. പക്ഷെ നിന്റെ മുഖം ഭയങ്കരമായിട്ട് വട്ടായിട്ട് തോന്നി. ഞാൻ നല്ല തടിയല്ലായിരുന്നോ? തടി ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും മൊത്തത്തിൽ ബോറായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഇനി നീ വളർത്ത്, നല്ലത് അതല്ലേ. അങ്ങനെ വളർത്തി. ഇത് ഇത്രയെങ്കിലും ഉണ്ടാവും അല്ലേ? അത്ര ഉണ്ടാവും, ഭംഗി ഉണ്ടായിക്കോളും. പിന്നെ ഈ പറയാൻ ടീം നല്ലതെന്നൊക്കെയാണ് ഞാൻ വീഡിയോസ് ഒക്കെ കാണിച്ചു വെച്ചാൽ മനം മയക്കി. ഒരാഴ്ച എടുത്തു ഞാൻ ചെയ്തോന്ന് പറഞ്ഞാൽ എന്നാലും ഒന്നും കൂടെ കൺവിൻസ് ചെയ്യാൻ കറക്റ്റ് ഒരു കൺഫർമേഷൻ നല്ല മനസ്സോടെ പറയാൻ വേണ്ടിട്ട് അവള് പരമാവധി ഡെയിലി വീഡിയോ കൊണ്ട് കാണിക്കായിരുന്നു. ഞാൻ പറഞ്ഞു നീ എന്തിനാ വീഡിയോ കാണിക്കുന്നത്, നീ ചെയ്തോ, പക്ഷെ നല്ല സ്ഥലത്ത് ചെയ്യാം. അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കാം. അപ്പൊ തിരിച്ചു പോയിട്ട് എന്തായാലും സംഭവം കുഴപ്പമൊന്നുണ്ടാവില്ല, നന്നായിരിക്കും. എനിക്കൊന്ന് കൂട്ടുവാ. എനിക്ക് അവിടെ ലിഫ്റ്റ് വരെ കയറ്റി തയല്ലേ. ഞാനൊരു ക്ലോസ്ട്രോഫോബിയ ഉള്ള ഒരാളാണ്. എനിക്ക് ഒറ്റയ്ക്ക് ലിഫ്റ്റ് ഭയങ്കര പേടിയാ. അങ്ങനെ എന്തോ അതിന് പറയണേ. അവിടെ ഞാൻ ലിഫ്റ്റ് കയറിച്ചാൽ ലിഫ്റ്റ് കയറി മേലെ വരെ എന്നെ വിട്ടിട്ട് പൊക്കും. ഓക്കെ, 1:30 എൻ്റെ അപ്പോയിൻമെൻറ്റ്. ഞാൻ ചെന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പിന്നെ എന്നെ വാഷിങ്ങിന് വിളിപ്പിച്ചത്. കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു, കുറേ പേര് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കാണുമ്പോൾ അറിയാം, ഓരോരുത്തരുടെ സർവീസ് കഴിഞ്ഞിട്ടുള്ളൊരു ഗ്യാപ്പ് ആകുമ്പോൾ അടുത്ത ആളിരിക്കും. അങ്ങനെയാണ്. ഇവർക്ക് ഹെയർ മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. റോക്കിയുടെ ഒരു ഹെയർ കട്ടിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ വരുന്നത്. ഞാനും അതിന് വേണ്ടി തന്നെയായിരുന്നു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഓപ്റ്റ് ചെയ്തിരുന്നു ഇവരുടെ സർവീസിൽ റോക്കി ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയുണ്ട്, ഇനിയല്ല അവരുടെ അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ എനിക്ക് റോക്കിയുടെ ഹെയർ കട്ട് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ടർഫ്ലൈ കട്ട്. കാരണം ഞാൻ വീഡിയോസൊക്കെ കണ്ട് അത്രയും ആഗ്രഹിച്ചിരുന്നതാണ് പുള്ളി എൻ്റെ ഹെയർ കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ പിന്നെ അവിടെ ഓൺ വോയിസ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്, ബെറ്റർ എന്ന് തോന്നി. കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന പുള്ളി അതാണ് റോക്കി, ആളാണ് എൻ്റെ ഹെയർ കട്ടൊക്കെ ചെയ്തത്. അപ്പോൾ ഹെയർ കട്ടൊക്കെ ശേഷം ഞാൻ പിന്നെ ഇച്ചാനോട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇച്ചാൻ വരുന്ന ഗ്യാപ്പിൽ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് നടത്തുന്ന പട്ടി ഷോ ആണ് നിങ്ങൾ കാണുന്നത്. ഞാൻ എങ്ങനെയാണോ വിചാരിച്ചത് അതേപോലെ തന്നെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പഴയ എൻ്റെ സ്മൂത്തൻ ചെയ്ത എൻ്റെ ഹെയറൊക്കെ പോയി. ഇപ്പോൾ എൻ്റെ നാച്ചുറലായിട്ടുള്ള ഹെയറിലാണ് ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അപ്പോൾ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ റിയാക്ഷൻ എന്ന് കാണാമല്ലോ, മുടി വെട്ടിയതിൻ്റെ റിയാക്ഷൻ. അപ്പോൾ കണ്ണടച്ചിരിക്കുകയാണ്, നമുക്ക് പോയിട്ട് എന്താ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ണ് തുറക്കല്ലേ, ഇപ്പോൾ തുറക്കല്ലേ, കണ്ണ് തുറക്കല്ലേ, കഴിഞ്ഞില്ല. ഞാൻ ആദ്യം മുടി ഒന്ന് സെറ്റ് ആക്കട്ടെ.
കാറ്റടിച്ചു കൂടി മുഴുവൻ പറന്നു. ഓക്കെ നോക്കിക്കോ. പക്ഷെ എ സിക്ക് ഭയങ്കര കാറ്റാണല്ലോ. കുറച്ച് വെക്കത്തിരി നോക്ക്, നോക്കിയോ. കൊള്ളാലത്, നന്നായിട്ടുണ്ട്. ശരി കാണാമോ? ശരിക്കും കാണാം, നന്നായിട്ടുണ്ടല്ലോ. നന്നായിട്ട് ചെയ്തല്ലേ ഇവര്? അയാൾ തന്നെയാണോ ചെയ്തത്? റോക്കി ബോയ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബട്ടർഫ്ലൈ കട്ട്. അപ്പൊ ബാക്ക് കാണിച്ച് അങ്ങനെ തന്നെ ബാക്കിലെ ഹെയറും കൂടെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. ഈ ചുളുങ്ങിയിരിക്കുന്ന കമ്മീൻ അത് അവര് തന്നെ അത് കേൾ ചെയ്യുന്ന. ഇത് നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടാ. എന്നെ ഇങ്ങനെ ആദ്യമായിട്ടല്ലേ കാണണേ. ആദ്യം ഇത്രയായിരുന്നു, ഇപ്പൊ ഇത്രയായി. നന്നായിട്ടുണ്ട്. ഇത് നല്ല കട്ട. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു, ഇതാ നല്ലത്. ഇനി എന്നെ എടുക്ക് തിരിച്ചിട്ട്. ഇല്ല ഇപ്പൊ കുഴപ്പമില്ല. പോസ് അങ്ങോട്ട് പോണ്ട. അപ്പൊ എനിക്കൊന്ന് വെളിച്ചം കൂടുന്നുണ്ട്. കൈ മാറ്റി. ഓക്കെ. കൈ വെക്കും തോറും എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അമ്മയ്ക്കൊരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ എന്താ പറഞ്ഞ? അമ്മ കണ്ടിട്ടില്ല. എന്തായാലും കൊള്ളാം, അടിപൊളി, ഇഷ്ടമായി. ഇനിയിപ്പോ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം. 2-3 മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ അത് പഴയ അവസ്ഥ തന്നെ ആവും. കൈ വെക്കും തോറും വെളിച്ചം കൂടി അലമ്പാവും. ശരി. ഓക്കെ, എന്തായാലും സ്റ്റൈലായി. എന്താ ഇപ്പോ നമ്മള് ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി. എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറണമായിരുന്നു, ഫുള്ള് മുടിയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇവിടെ ഒരാള് തൊട്ടടുത്ത് അല്ലായിരുന്നു. അതെ, പിന്നെ ഒരു റീല് കൂടെ എടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയി സബീലിൽ പോയിട്ട്, സബീൽ പാർക്കല്ലായിരുന്നു ചേ, സബീലിൽ പോയിട്ട് ഫ്രെയിമിന്റെ അവിടെ പോയിട്ട് എടുത്തു വെച്ച വീഡിയോയുടെ കണ്ടിന്യൂഷൻ വേണമായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുത്തു. ആ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങള് ജുമേറയിൽ പോവാം. എനിക്ക് കുഴപ്പമില്ല, മുടി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. എനിക്ക് വയ്യ. കുറച്ച് സ്റ്റൈലിഷ് ആയി. ഇനി മുടി വെച്ചുള്ള കുറെ പട്ടിഷോകളൊക്കെ കഴിഞ്ഞു. വീട്ടില് ഇച്ചാനെ ഞാൻ ശല്യം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പലതരത്തിലുള്ള ആംഗിളിൽ നിന്നുള്ള പട്ടിഷോ എന്റെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് തുടർന്ന് ഈ മുടി പഴയ അവസ്ഥയിലേക്ക് എത്തുന്നവരേക്ക് എന്റെ പട്ടിഷോ കണ്ടോണ്ടിരിക്കണം. ഇച്ചാനും അമ്മയാണ്. ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ വാട്സപ്പിൽ പലതരം ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വെറുപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് പറഞ്ഞോണ്ടേ ഇരിക്കണം. നിങ്ങൾ രണ്ടുപേരും മാറി ബാക്ക് ടു ബാക്ക് പറഞ്ഞോണ്ടിരിക്കുക. അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. അപ്പൊ ഇതിപ്പോ എനിക്ക് തോന്നുന്നു വാഷ് ചെയ്യുന്നവരേക്കും ഈ ഒരു പ്രക്രിയ തുടർന്ന് പോകും. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഞങ്ങളിപ്പം പോകുന്നത്, ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നത്. അവിടെ വെച്ച് അല്ല, അത് പിന്നെ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാം. പക്ഷെ അവര് ബ്ലോ ഡ്രൈ ചെയ്യുന്ന നമ്മൾ ചെയ്താൽ ആവുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ വേണം നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ വീഡിയോ എടുത്ത് പട്ടിഷോ കാണിക്കുക. സത്യം വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറി വീണ്ടും ഇറങ്ങുന്ന മുടി പോണതിന് മുമ്പ് മാക്സിമം കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിട്ടാ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് വാഷിങ്ങിനൊക്കെ ശേഷം അത്യാവശ്യം ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെറ്റ് ആക്കി വെക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറ്റും. കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഇനിയിപ്പോ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും ചെയ്തതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ മമ്മ ഫ്രൈ എന്നാണോ മമ്മ ഫ്രൈ എത്തിയിരിക്കുകയാണ്. ജുമേറയിലാണ്. ചെറിയ ഒരു സ്ഥലമാണ്, അധികം ഈ ഒരു ടൈപ്പിലാണ്. ഫുഡ് നല്ല, മെനുവിലുള്ള ഐറ്റംസും നല്ല. ആഗ്രഹിച്ചു പോയല്ലേ, ചമ്മിപ്പോയി. ഫുഡാണ് വിചാരിച്ചു കാണാം. കൊതിവിടാണ്. കൊതിയില്ല, എനിക്കില്ല. എനിക്ക് മാത്രമേ ഉള്ളൂ കൊതി. ഫോട്ടോയില് കണ്ടപ്പോ യമണ്ടൻ സാധനമായിരുന്നു അല്ലേ. ഇത് ഒരു പകുതി വേറെ നിറയുള്ളൂ കേട്ടോ. ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പൈസ ഉള്ളതുകൊണ്ട് വേറെ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. സംഭവം കൊള്ളാം, നല്ല ലുക്ക് ആയിട്ടുണ്ട് അല്ലേ. സാധനം ഓർഡർ ചെയ്യാം. ഏതാ
അപ്പം എനിക്ക് കഴിക്കണം കാണിക്കും. എന്ത് കൊതി വെച്ചായത് വായിനൊക്കെ വെള്ളം ഒലിക്കുന്നു തുടക്കി. ഇതൊക്കെ പഴയ നമ്പറാ തങ്കു. അപ്പം മുമ്പേ എന്നെ പറഞ്ഞോ. അത് കോമൺ നമ്പർ, അത് മറ്റേ പഴയ നമ്പർ. അത് കോമൺ ആണെങ്കിൽ ഇത് കോമൺ ആണ്. ഓക്കെ. അയ്യോ, ആ ഡിസൈൻ മൊത്തം കൊളാക്കിയില്ലേ. അല്ലാതെ കഴിക്കാൻ പറ്റത്തില്ല. ആക്രാന്തം പിടിച്ചത്. നീ ഇങ്ങനെ വയറ് തുറന്ന് കഴിക്കുമല്ലേ? ഫുഡായതുകൊണ്ടാ. എന്നാ രുചിയാ. ഫോക്കസ് ചെയ്യും. അതല്ല, ഇറച്ചി കഴിക്കും. ഞാനങ്ങനെ ഓവർ എക്സ്പ്രഷൻ ഇടുന്ന ഒരാളല്ല. പക്ഷെ ഇതിൽ ഇത്തിരി ഓവറാ. അതെ, ഓവറായത് എന്ത് വെച്ചാൽ എല്ലാത്തിനും ഒരുമാതിരി കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതിനങ്ങനെ എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അത്ര മസ്റ്റ് ട്രൈ ആണ്. ഈ സ്വീറ്റ്നെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലതുണ്ട്. ഓഹോ, ക്രിസ്പിയാണ് സ്വീറ്റ്. ചേട്ടൻ കൊതി വരുന്നുണ്ട്. ഓണം ലൈറ്റ് എണ്ണി വരും. അതെന്തിനാ? ഇതാണ് മാമാസ് സ്പെഷ്യൽ ഫ്രൈ റൈസ്. ഇവരുടെ ഒരു ജപ്പാനീസ് ടൈപ്പ് റൈസാണ്. നല്ല ടേസ്റ്റ്. നമ്മൾ മാൽദീവ്സിൽ പോയപ്പോഴേ. അതെ അതെ അതെ. എൻ്റെ വായന വെള്ളം. നല്ലോണോ? അതെ, ഇത് കാണുന്ന ആൾക്കാർ വേറെ ഒന്നും വിചാരിക്കരുത്. ഞങ്ങൾ ഇട ദിവസങ്ങളിൽ മീൻസ് വീക്ക് ഡേയ്സിലൊക്കെ ഈ ഡയറ്റും കാര്യങ്ങളും ആയതുകൊണ്ട് ഉണക്ക ചപ്പാത്തി ഉണക്ക ബ്രെഡും ഒക്കെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീക്കെൻഡ് ആകുമ്പോൾ കുറച്ച് ആർത്തി കൂടും. അതുകൊണ്ട് അറിയില്ല. അല്ലാതെ ഞങ്ങൾ കഴിക്കാതെ കിടക്കുന്ന ആൾക്കാരായതുകൊണ്ടല്ല കേട്ടോ. നമ്മൾ ഒരാഴ്ച കഴിക്കാണ്ടിരുന്ന് കഴിക്കുമ്പോൾ ഉള്ളൊരു കൊതിയില്ലേ, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തായാലും വേണ്ടി വരും. അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചിരിക്കുകയാണ്. മറ്റേ രണ്ടിനും ടേസ്റ്റ് കാരണം നമ്മൾ വീണ്ടും ഞങ്ങൾ ഇവിടുത്തെ അടുത്ത് നല്ലൊരു എന്താ പറയാ റിവ്യൂ ഉള്ള ഒരു ഫുഡാണ് മേടിച്ചിരിക്കുന്നത്. അതെ, കാരണം എന്തായാലും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം എന്തായാലും വന്നു അപ്പം തിന്ന് കൂട്ടിയിട്ട് പോകാം. അപ്പൊ അതെങ്ങനെ കഴിക്കുന്നത് മാമ കാണിച്ചു തരട്ടാ. അപ്പൊ ഓർഡർ ചെയ്ത ഐറ്റം ഇതാണ്. അയ്യോ, അതിന്റെ പേര് ബഫല്ലോ ഷ്രിംപ്. നീ കഴിച്ചോട്ടെ. കഴിച്ചോ? ഓ എൻ്റെ പൊന്നോ, എൻ്റെ പൊന്നോ, ചൂടില്ല. എന്നാ ഫോക്കസ് ഇങ്ങോട്ട് പോവാം. ഇതാണ് സാധനം. കണ്ടിട്ട് നല്ലൊരു അല്ലേ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ജെനുവനായിട്ട് പറഞ്ഞോ? വളരെ നന്നായിട്ടുണ്ട്. എന്നാ ഇനി ഞാൻ കഴിക്കുന്നത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ആ മാമ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ഹണിയുടെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. ഹണിയുണ്ട്. സെൻട്രൽ ഹണിയാ അല്ലേ? അത് തന്നെ. ഇവിടെ എങ്ങനെ ചെറിയ 2, 3, 4 സീറ്റിംഗ് എന്തൊക്കെയോ ഉള്ളൂ. അന്ന് ശാന്തയിന്ന് കാണിച്ചു, അത് വേറെ. ഓരോന്നിനും ഓരോ ടേസ്റ്റാ. ഒരു രക്ഷയില്ല. ഓക്കെ. പിന്നെ ആസ് യൂഷ്വൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഷോപ്പിംഗ് ആണ് മെയിനായിട്ട്. അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒരെണ്ണം മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ഇനി എനിക്ക് വേണം. അപ്പോൾ അങ്ങനെ H&Mൽ കയറിയതാണ്. അങ്ങനെ ഇവിടുത്തെ H&Mൽ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പം എന്തൊക്കെയോ വശപ്പശകുകൾ, എന്തൊക്കെയോ ഒരു സുഖമില്ല, എനിക്കങ്ങനെ സെറ്റായില്ല. ഇത് ഇച്ചായൻ പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാണ്. പക്ഷെ ഞാൻ തിരിച്ചിറങ്ങി ഇച്ചായനെ കാണിച്ചപ്പോൾ ഇച്ചായൻ പറഞ്ഞു ഒരു സുഖമില്ല, എന്തോ ഒരു വീർക്കൽ പോലെ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുമാതിരി എന്തോ ലോഹ പോലെ കിടക്കുന്നു, ഭയങ്കര ലൂസായിട്ട് കിടക്കുന്നു. ഈ ഡ്രസ്സൊക്കെ അവിടെ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ ഇട്ടപ്പോൾ എന്തോ എനിക്കങ്ങനെ സെറ്റാവുന്നില്ല. ഇത് നല്ല ടേസ്റ്റാണ്. അതാണ് നമ്മളന്ന് മേടിച്ചത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിതിനേലും ഇഷ്ടം ഇതാണ്. പഴുത്താണോ? അത് ആയിരിക്കും അല്ലേ? പക്ഷേ എടുക്കുന്നതിൻ്റെ പുറത്തെ ഇച്ചിരി ഒരു പച്ച പോലെ തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ മഞ്ഞപ്പ് അതിനാണെന്നാണ് തോന്നുന്നത്. ആണോ? എന്നാൽ ശരി.
ഇവിടെ മെർക്കാറ്റോ മോളിന്റെ ഉള്ളിലുള്ള സ്പിന്നീസില് ഈ സാധനമല്ല അന്ന് നമ്മള് കരാമ മാർക്കറ്റ് ഒരു ചേട്ടൻ പറഞ്ഞത്. ആ എന്താ അതിന്റെ പേര്? ഇതിന് വേറെ പേര് എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതാണോ ഇത്? എന്താ കേടാണോ അതിന്റെ കളർ? ഇങ്ങനെ അല്ലല്ലേ. നല്ലായിരുന്നു തോന്നുന്നു. മേടിച്ചു വന്നാൽ 2 എണ്ണം ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നല്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ബേഷ്കയിൽ വന്നു. അപ്പോൾ അവിടെ എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടമായി. ഒരു ഫ്രോക്കാണ്, ഒരു ലോങ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അതെനിക്കിഷ്ടമായി. അപ്പം ലാസ്റ്റ് ഞാൻ പിന്നെ ഇവിടെ പേയ്മെൻറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് സമാധാനമായി. അപ്പം എനിക്കൊരു ഫ്രോക്കും വേണമായിരുന്നു, പിന്നെ എനിക്ക് ജീൻസിനൊരു ടോപ്പും വേണമായിരുന്നു. ഈ ആഴ്ചത്തെ അവസാനത്തെ ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നമ്മൾ H&M വന്ന് തിരിച്ചു വന്ന് ഇതും കൂടെ എടുത്ത് എനിക്ക് സമാധാനമില്ല. അപ്പോൾ ഇതും കൂടെ എടുത്തു. ബേഷ്കയിൽ നിന്ന് ആ ഒരു ഫ്രോക്ക് എടുത്തു. ഫ്രോക്ക് വൈറ്റ് അല്ലേ? എടുത്തിട്ടുണ്ടോ അറിയില്ല വീഡിയോയിൽ. ഒരു വൈറ്റ് ഫ്രോക്ക് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച. നീ അടുത്ത കൊല്ലം പറയുന്ന ആളോ കയ്യിലുണ്ടോ? ഇന്നില്ല എന്നുള്ളത്. കുറച്ച് ഫ്രൂട്ട്സ് ആണ്. കഴിഞ്ഞ ആഴ്ച വാരി വലിച്ച് പുള്ളാൻ്റെ മുഴുവൻ തൂക്കി എടുത്തിട്ടുണ്ട്. അരിച്ചു പറക്കി. ഓക്കെ, ഞാൻ ബില്ലടിച്ചു തരട്ടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വലിയ അതെനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ മുടിയുടെ ആട്ടം ഇന്നുകൊണ്ട് അവസാനിക്കുമോ അതോ നാളെ വരെ ഉണ്ടാവുമോ എന്തോ. നാളെ വരെ നിൽക്കായിരുന്നേ കൊള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗൊക്കെ അവസാനിച്ച് നമ്മളിനിയും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനിയും അടുത്ത ആഴ്ച കാണാം. ടാറ്റാ, ബൈ.